സാർ ധൈര്യമായിട്ടിരിക്കണം. ഉടനെ തന്നെ നമുക്കൊരു യമണ്ട കേസ് വന്ന് ചാടും. കൊല്ലം 3 ഇതുവരെ കൊള്ളാവുന്ന ഒരു കേസ് വന്നിട്ടില്ല. ഇവിടെ ടെററിസം അല്ലേ വിഷയം, അവിഹിതമാണ്. കുടിച്ചിട്ടുണ്ടോ? സ്വല്പം സാറിനൊരു കാപ്പി പോലെ ഞാൻ രസത്തിന് വേണ്ടി സ്വല്പം കുടിച്ചിട്ടുണ്ട്, അത്രയും ഉള്ളൂ. നിനക്കും മടുത്തോ? ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാം മടുക്കും. ജീവിതമേ മടുക്കും. തലതെല്ലിച്ചാകാൻ പോകുന്ന ഒരു മരവിപ്പ് വരും. ഞങ്ങൾ ആർമിക്കാർ മാത്രം പിടിച്ചു നിൽക്കാനുള്ള ഒരു ഗേൾസ് വരും. സാറേ, സാറിൻ്റെ ഭാര്യയും മോളും പോയതേ സാറിനെ മടുത്തിട്ടല്ല, വെറുത്തിട്ടായിരിക്കും. ഈ മാതിരി സർവീസ് കഥകളല്ലേ സാറ് പറഞ്ഞ് കേൾപ്പിക്കുന്നത്. എടാ, എന്റെ പറമ്പ് നോക്കി കിടന്ന് എന്നെ പിടിച്ച് എന്റെ അസിസ്റ്റന്റ് ആക്കി എന്നെ വേണം പറയാം. കൂടെ താമസിപ്പിച്ച് എന്നെ മണ്ണ് വാരി തലയിലിടണം. ഉള്ളതാണ് ഞാൻ പറയുന്നത്. നീ അതിനെ 10 ഇരട്ടിയാക്കി പറയുന്നെന്ന് ഞാൻ അറിഞ്ഞു. അതാണ് എന്റെ വിലയില്ലാതായത് ഇവിടെ. അതൊന്നും അല്ല, സാറിൻ്റെ പേരിലാണ് പ്രശ്നം. ഉൽപ്പലാക്ഷൻ, ഡിക്റ്റേറ്റീവ് ഉൽപ്പലാക്ഷൻ. പേരിനൊരു ഗമ്മില്ലെന്ന് ഞാൻ നേരത്തെ പണ്ടേ പറഞ്ഞ. സാർ ആ പേരൊന്ന് മാറ്റിപ്പിടിക്കും. സാറ് ചെയ്തില്ല. വല്ല CID നസീറങ്ങന്നും ആയിരുന്നെങ്കിൽ വല്ല പോലീസുകാരനെങ്കിലും വന്ന് സല്യൂട്ട് ചെയ്യുമായിരുന്നു. ഇത് ഡിക്റ്റേറ്റീവ് ഉൽപ്പലാക്ഷൻ കേസുണ്ടാക്കാൻ നടക്കുന്നു. പിന്നെ ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് ഈ അവിഹിത കേസെങ്കിലും സാറിന് വന്ന് കിട്ടുന്നുണ്ട്, ഇല്ലെങ്കിൽ അതും കിട്ടില്ല. പേരിലൊന്നുമല്ലേ പ്രശ്നം. ഈ ഉൽപ്പലാക്ഷൻ എന്ന പേരിന്റെ അർത്ഥം നിനക്കറിയാമോ? താമരക്കണ്ണൻ എന്നാണ്. അത് നിനക്കും അറിഞ്ഞൂടാ, പലർക്കും അറിഞ്ഞൂടാ. അതാ പ്രശ്നം. ശരി, താമരക്കണ്ണ. ഇയാള് പോയി വല്ല BJPയിലും ചേർന്ന കത്തിയായി, കൈയായി, പിന്നെ പടമായി. പിന്നെ ആ കേസ് കൂടെ ഞാൻ അന്വേഷിക്കേണ്ടി വരും. ശബരി, റൈറ്റ് ഹാൻഡ് ഓഫ് ഡിക്റ്റേറ്റീവ് ഉൽപ്പലാക്ഷൻ. പക്ഷെ ഉൽപ്പലാക്ഷന്റെ പേരിന് ഒരു എന്തൊരു പേര്, ഉൽപ്പലാക്ഷൻ. എത്രത്തോളം പോകുന്നു ഞാൻ നോക്കട്ടെ. അശോകന്റെ ഭാര്യയും അമ്മയും വന്നിട്ടുണ്ട്. മറ്റേ പെണ്ണ് കേസിൽ പിടിച്ചില്ലേ, ആത്മഹത്യ ചെയ്ത്. ഞാൻ അന്നേ പറഞ്ഞതില്ലേ, പോലീസ് പറഞ്ഞു തന്നെയാണ് കാരണം. നിങ്ങളുടെ മകൻ മാനിക്കേട് കാരണം ആത്മഹത്യ ചെയ്ത് തന്നെയാണ്. അല്ല സാറേ, അത് കള്ളക്കേസാ. ജയിലിൽ പോയതിനു ശേഷം എന്റെ മോന് വലിയ വിഷമത്തിലായിരുന്നു. ജാമ്യത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആ വീട് വിറ്റ് ആ നാട്ടിലേ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ധൈര്യമായിട്ടിരിക്കണമെന്ന് എപ്പോഴും എന്നോട് പറയുമായിരുന്നു. എന്റെ മോൻ അത് ചെയ്യില്ല സാറേ. അത് വീട് വയ്ക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആ വീട് എന്റെ പേരില്ല, അത് കണ്ണായ സ്ഥലത്ത്. അത് വാങ്ങാൻ അന്നും ഇന്നും ആൾക്കാരുണ്ട്. പോലീസുകാരെ ഒക്കെ കണ്ട്. സാറിന്റെ ഡ്രൈവറാണ് പറഞ്ഞത് സാറിനെ ഒന്നുകൂടെ ഒന്ന് കാണാൻ. ഒരു ഡെവലപ്മെന്റും ഇല്ലാത്ത കാര്യത്തിൽ എന്നെ കണ്ടിട്ട് എന്ത് കാര്യം? അത് മാത്രമല്ല, അശോകനെതിരെയുള്ള എല്ലാ തെളിവുകളും വളരെ സ്ട്രോങ് ആണ്. സോറി, എനിക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരാണെന്നൊന്നും എനിക്കറിയില്ല. ആ സ്ത്രീയുടെ വിവരങ്ങളും ഫോട്ടോസും ഒക്കെ എൻ്റെ ഫോണിലേക്ക് ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. പോലീസ് പറഞ്ഞപ്പോൾ അവർ പറയാ ഇതിലൊന്നും വലിയ ഗൗരവമില്ലെന്ന്. പക്ഷെ ഇതിലെന്തോ ഉണ്ട് സാറേ. ഒരുപാട് കടബാധ്യതയുള്ള ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് കാശ് തരാൻ കഴിയുമോ? അശോകൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നെ അമ്മയെ വിട്ടിട്ട് അങ്ങനെ മരിക്കാനും കഴിയില്ല. തൽക്കാലം ഞാനിതൊന്ന് പഠിക്കട്ടെ. നിങ്ങളിപ്പോൾ പൊയ്ക്കോളൂ, ഞാൻ വിളിപ്പിക്കാം. ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ.
വലിയ ഉപകാരം സാറേ. എൻ്റെ മോനെ ഇല്ലാതാക്കിയവരെ പുറത്തു കൊണ്ടുവരണം. ചെന്ന് മുട്ടാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോകും.